ചേച്ചി അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ മെയിൻ ആയിട്ട്? പ്രൊഡക്റ്റുകൾ വരുന്നത് നമുക്ക് 3 ഫേമാണ് ഉള്ളത്. ഒന്ന് പൈടെക് സൊല്യൂഷൻസ്. പൈടെക് സൊല്യൂഷൻസിൽ വരുന്നത് നമ്മൾ മെക്കാനിക്കൽ, പ്ലംബിംഗ്, ഇലക്ട്രിക്കല്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, പ്ലംബിംഗ് ഇഷ്യൂസ്, ഇലക്ട്രിക്കൽ ഇഷ്യൂസ്. വീട് പണി കഴിയുമ്പോൾ പിന്നെ മെക്കാനിക്കലും പ്ലംബറെയൊക്കെ വിളിക്കാനാണ് നമുക്ക് നേരം ഉണ്ടാവുക. അതാണ് നമുക്ക് പറഞ്ഞ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരു വീടാണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും വില്ല ആണെങ്കിലും നമ്മൾ നേരത്തെ കൂട്ടി ഡിസൈൻ ചെയ്ത് അപ്രൂവൽ എടുത്ത് അത് നമ്മൾ ചെയ്തു കൊടുക്കും, കോൺട്രാക്ടറായിട്ട് ചെയ്തു കൊടുക്കും. അതിനകത്ത് ഏറ്റവും പുതിയ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മള് മുളന്തുരുത്തിയിൽ സ്വിച്ച് ഇല്ലാത്ത വീട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഇല്ലാത്ത വീട് അത് സ്വിച്ച് ഇല്ല, മുഴുവൻ സെൻസറും അങ്ങനെ ഓട്ടോമേഷൻ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ അതുവരെ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നതാണ്. വയറിംഗിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുന്നു, പ്ലംബിംഗിൽ ഉപയോഗിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ കൂട്ടി ഡിസൈൻ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുക. അപ്പൊ കസ്റ്റമറിന് അറിയാൻ പറ്റും ഏത് ലൈൻ ഏത് വഴി എങ്ങനെയാ പോയിരിക്കുന്നതെന്ന് നമ്മൾ വരച്ച് തന്നെ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അപ്രൂവൽ എടുക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അപ്രൂവൽ എടുക്കും. KSEBന്ന്, ഇൻസ്പെക്ടറേറ്റിൽ നിന്ന്. ഇത് നമ്മൾ ട്രാൻസ്ഫോമർ വരെ വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ട്രാൻസ്ഫോമർ വെച്ച് ചില ആളുകൾക്ക് ട്രാൻസ്ഫോമർ തന്നെ വേണ്ടി വരും. അവര് തന്നെ ട്രാൻസ്ഫോമർ ആവശ്യപ്പെടും. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാം ഡിസൈൻ ചെയ്ത് അപ്രൂവൽ ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ MEP കൺസൾട്ടൻസി. ഇത് നമ്മുടെ രണ്ടാമത്തെ കമ്പനിയാണ് ഹെസ്സ എനർജി സൊല്യൂഷൻസ്. നമ്മൾ ഈ MEP ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഹെസ്സയുടെ സോളാർ ഇൻസ്റ്റലേഷൻ ആണ്. അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് നേരത്തെ എന്ന് പറഞ്ഞാൽ ഓൺ ഗ്രിഡില് നമ്മൾ പകല് ഉൽപ്പാദിപ്പിക്കും, രാത്രിയാകുമ്പോൾ നമ്മൾ KSEBന്ന് എടുക്കും. എന്നിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBക്ക് കൊടുക്കും. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇത് രാത്രി നമ്മൾ തന്നെ ഉപയോഗിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതെല്ലാരും ചെയ്യുന്നതല്ല, പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. പിന്നെ നമുക്ക് MR എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു ഫേം ഉണ്ട്. അതില് നമ്മള് സോളാറിന്റെ തന്നെ ലൈറ്റുകള്, ലാൻഡേണുകള്, സ്ട്രീറ്റ് ലൈറ്റുകള്, വാട്ടർ ടാങ്ക്, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്, പിന്നെ ഇൻവെർട്ടർ ഉണ്ട്. ഇൻവെർട്ടർ ഇപ്പൊ പണ്ടത്തെ പോലെ ഇൻവെർട്ടർ വേറെ ബാറ്ററി വേറെ അല്ല, ഇപ്പൊ ഇൻബിൽട്ട് ആണ്. അതായത് ഇവിടെ ഉണ്ട് ഇൻവെർട്ടറിനകത്ത് തന്നെ ബാറ്ററി വരുന്നുണ്ട്. മനസ്സിലായ? ഇത് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന. ഇത് കാണാനും ക്യൂട്ടാണ്, അധികം സ്ഥലവും വേണ്ട. നമുക്ക് ഇത് ഇങ്ങനെ വളരെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ഇങ്ങനെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഒരു വീടിന് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു വീടിന് വേണ്ട എല്ലാവർക്കും ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കല്, പ്ലംബിംഗ്, സോളാർ, പിന്നെ അതുപോലുള്ള ഇങ്ങനത്തെ വാട്ടർ ടാങ്ക് പോലത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ പുതിയ ടെക്നോളജിക്ക് അതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ചില ആളുകൾക്ക് വർക്ക് ചെയ്യണ്ട, ഡിസൈൻ മാത്രം ചെയ്താൽ മതി. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് അത് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ നമുക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് പാലക്കാടൊക്കെ 10,000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ മുളന്തുരുത്തിയിൽ നമ്മൾ ഈ സ്വിച്ച് ഇല്ലാത്ത വീടാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്, ചെയ്തു കൊടുക്കാൻ പറ്റും.